അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നക്ഷത്രലോകം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം നമ്മുടെ വിഷു ഈ ഏപ്രിൽ മാസം 15-ാം തീയതി ആണ് വരുന്നത്. അത് വിഷുഫലം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ഒരു ശുഭകരമായ ഒരു സമയമാണെന്ന് പറഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരോടും. അപ്പം പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ വിഷുഫലം എല്ലാവർക്കും സമൃദ്ധി കൊണ്ടുവരും. അപ്പൊ കുറെ ആൾക്കാർക്ക് കുറെ ദോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ദോഷങ്ങൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ദേവനെയാണ് ഭജിക്കേണ്ടതെന്നാണ്. അപ്പം എല്ലാവർക്കും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു. കുറെ ആൾക്കാർക്ക് ഭയങ്കര സൗഭാഗ്യം കൊണ്ടുവരുന്ന സമയമാണ്. വ്യാഴം ഉച്ചസ്ഥായിൽ നിൽക്കുകയാണ്, ചതയം രാശിയിലാണ് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ പ്രാർത്ഥന ഒരിക്കലും നമ്മൾ കൈവിടാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ ആദ്യമായിട്ട് അശ്വതി, അതിൽ പ്രധാനമായിട്ടും അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർക്കാണ്. അപ്പൊ അവര് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഗണേശ ഭഗവാനാണ്. വിഘ്നേശ്വരനെയാണ് പ്രാർത്ഥിക്കേണ്ട. എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജപിക്കുക. പത്മനാഭനെ കാണാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് പോയി പത്മനാഭനെ കാണാം. പത്മനാഭൻ അറിയാലോ, നമ്മുടെ ഏറ്റവും ധനവാനായ ഈശ്വരനാണ്. അപ്പൊ പുള്ളിക്കാരനോട് പോയി എല്ലാ കാര്യങ്ങളും പറയാ. നമുക്ക് എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാവും കേട്ടോ. അടുത്ത ഭരണി, പൂരം, പൂരാടം നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. ഭരണി, പൂരം, പൂരാട നക്ഷത്രക്കാര് അവര് ശരിക്കും പറഞ്ഞാൽ ദുർഗാദേവതയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് ദുർഗാദേവതയെ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ച് വേണം നമ്മൾ ദുർഗാദേവതയെ പ്രാർത്ഥിക്കുക. നമ്മുടെ വീടിന് അവിടെയൊക്കെ ഒരുപാട് ദുർഗാദേവി ക്ഷേത്രങ്ങൾ കാണും. അപ്പൊ അവിടെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്തത് കാർത്തിക, ഉത്രം, ഉത്രാട നക്ഷത്രത്തെ പറ്റിയാണ്. അപ്പൊ കാർത്തിക, ഉത്രം, ഉത്രാട നക്ഷത്രത്തിൽ ശിവനെയാണ് ഭജിക്കേണ്ടത്. ശിവന് വേണ്ടിയിട്ട് ധാരയും അഭിഷേകവും, പാലഭിഷേകം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പാലഭിഷേകം അല്ലെങ്കിൽ ധാര, ഇത് രണ്ടും കഴിപ്പിച്ച് തന്നെ പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് തിങ്കളാഴ്ച വ്രതം എടുക്കുക. എപ്പോഴും ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം മനസ്സിൽ ഓർമ്മ വെച്ച് വേണം നിൽക്കാനുള്ളത്. ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 108 തവണ ജപിക്കുക കേട്ടോ. എല്ലാ ദിവസവും ജപിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത രോഹിണി, അത്തം. രോഹിണി, അത്തം, തിരുവോണ നക്ഷത്രക്കാരെ പറ്റിയാണ്. അപ്പൊ രോഹിണി, അത്തം, തിരുവോണ നക്ഷത്രക്കാർക്ക് ഒരുപാട് ഭാഗ്യമൊക്കെ ഓരോന്ന് ഞാൻ പറഞ്ഞു. അപ്പം അവര് ശരിക്കും പറഞ്ഞാൽ വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് കേട്ടോ. പിന്നെ ധനസഹായങ്ങളൊക്കെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ ഏറ്റവും നല്ലതായിട്ട് തന്നെ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ കടാക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അടുത്ത മകയിരം, ചിത്തിര, അവിട്ട നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. മകയിരം, ചിത്തിര, അവിട്ട നക്ഷത്രക്കാരെ പറ്റിയാണ്. അപ്പൊ അവര് എപ്പോഴും സുബ്രഹ്മണ്യനെ ഭജിക്കുക, സുബ്രഹ്മണ്യന് പാലഭിഷേകം ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സുബ്രഹ്മണ്യ കോവിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരൊക്കെ പോയി പാലഭിഷേകം ഒക്കെ ചെയ്യുക കേട്ടോ. അടുത്ത പറയാൻ പോകുന്നത് തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാരെ പറ്റിയാണ്. തിരുവാതിര, ചോതി, ചതയ നക്ഷത്രക്കാര് അവര് ശിവനെയും പാർവതിയും നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ശിവനെയും പാർവതിയും നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദമ്പതികൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സമയമാണ്. അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പൊ ശിവനും പാർവതിയും പോലും നമ്മൾ എന്നും ഒരുമിച്ച് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവര് ശിവന്റെയും പാർവതിയും കൂടെ ഉള്ള കോവിലൊക്കെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. പിന്നെ ധാരയൊക്കെ കഴിപ്പിക്കുന്നത് നന്നായിരിക്കേ. അടുത്ത പുണർദം, വിശാഖം, പൂരുരുട്ടായ നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. അവര് വിഷ്ണുവിനെ തന്നെയാണ് ഭജിക്കേണ്ടത്. അപ്പൊ മഹാവിഷ്ണുവിനെ ഭജിക്കുക. നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. മഹാവിഷ്ണുവിന് വെണ്ണയൊക്കെ നിവേദിക്കുക കേട്ടോ. വെണ്ണയൊക്കെ കൊടുക്കുക. കൃഷ്ണനെന്ന് പോലെ തന്നെ മഹാവിഷ്ണുവിന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ കോവിലിൽ പോയാലും മതിയാവും കേട്ടോ. അപ്പൊ അവിടെ പോയി നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അടുത്ത പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരെ പറ്റിയാണേ. അപ്പൊ പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരെ പറ്റിയാണ്. അപ്പൊ അവർ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് അയ്യപ്പനാണ് കേട്ടോ. അയ്യപ്പനാണ്. ശനിദോഷമൊക്കെ മാറും. നീരാഞ്ജനം നടത്താൻ പറ്റുന്നവരാണെങ്കിൽ നീരാഞ്ജനം നടത്തുക. നീരാഞ്ജനം നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എള്ളെണ്ണ വിളക്ക് കഴിച്ചാലും മതിയാവും. നമ്മുടെ ശനിദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് എള്ള കത്തിച്ചാലും മതിയാവും. അത് എള്ളഗിരി കിട്ടും നമുക്ക് കോവിലൊക്കെ. അപ്പൊ അവർ പറഞ്ഞാൽ അത് ചെയ്തു തരും. അല്ലെങ്കിൽ നീരാഞ്ജനം കഴിപ്പിക്കുക. എല്ലാ ശനിയാഴ്ചയും പറ്റുമെങ്കിൽ കോവിലിൽ പോവുക. അയ്യപ്പൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് നല്ലൊരു സമയം വരാൻ പോവുകയാണേ. അടുത്ത ഏറ്റവും അവസാനത്തെ 3 നക്ഷത്രങ്ങളായ ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രമാണ്. ആയില്യം, തൃക്കേട്ട, രേവതി. അപ്പൊ ആയില്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രധാനമായിട്ട് നാഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പം ഈ നക്ഷത്രക്കാര് ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർക്ക്
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോവേണ്ട മണ്ണാർശാലയിലൊക്കെയാണ് പോവേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള നാഗരകോവിലൊക്കെ നാഗദേവതയൊക്കെ പൂജിക്കുക. അപ്പൊ നൂറും പാലും കൊടുക്കുക, പാലഭിഷേകവും നടത്തുക കേട്ടോ. അപ്പൊ ഏറ്റവും ബെസ്റ്റ് സമയങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു വിഷുക്കാലം അല്ലെങ്കിൽ ഈ ഒരു വിഷു വരുന്ന ഒരു വർഷക്കാലം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഈ ഭഗവാങ്ങളെ പ്രാർത്ഥിച്ചു വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാരെയും പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇവരെ പ്രാർത്ഥിക്കുന്നതാണ് നമ്മുടെ ഈ സമയത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നമസ്കാരം.